Soumya. So welcome to Soumya's Vlogs. So ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ യോഗോട്ട് ആൻഡ് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് പോപ്സിക്കൽ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം അതിൽ വേറെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫ്രൂട്ട്സും യോഗട്ടും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും യോഗട്ട്, അതായത് കട്ട തൈര് കൊടുക്കണം. കാരണം അതിൽ അത്രയും നല്ല ഗുഡ് ബാക്ടീരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ഹെൽത്തിനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ് യോഗട്ട്. അപ്പോൾ നമുക്ക് യോഗട്ട് പോപ്സിക്കൽസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് യോഗട്ട് ആൻഡ് ഫ്രൂട്ട് പോപ്സിക്കൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. സോ ഞാനിവിടെ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. ഹാഫ് മാംഗോ, അൽഫോൺസോ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ഒരു ബനാന എടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് അവക്കാഡോ, പിന്നെ 3 ഡേറ്റ്സ് കുരു കളഞ്ഞത്, പിന്നെ നല്ല കട്ട തൈരും, പിന്നെ പാലും, തിളപ്പിച്ചാറിയ പാല്. സോ ആദ്യം തന്നെ മാംഗോവും യോഗട്ടും കൂടിയിട്ട് നമുക്ക് ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ആവശ്യത്തിന് യോഗട്ടും ആഡ് ചെയ്യാം. ഒരു രണ്ടോ മൂന്നോ സ്പൂണ് യോഗട്ട് മതിയാവും ഈ ഹാഫ് മാംഗോന്. സോ ഇതിൽ ഞാനിപ്പോൾ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം അൽഫോൺസോ മാംഗോ തന്നെ നല്ല സ്വീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ച് ഷുഗർ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഷുഗറോ ഹണിയോ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇനി ഇത് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അടുത്ത് എടുത്തിരിക്കുന്ന അവക്കാഡോ ആണ്. സോ അവക്കാഡോ ഒരു ബനാനയും കൂടിയിട്ട് കുറച്ച് യോഗട്ടും കൂടിയും മിക്സ് ചെയ്യണം. ഇനി യോഗട്ട് ആഡ് ചെയ്യാം. ഒരു 2 സ്പൂൺ യോഗട്ട് മതിയാവും. ഇപ്പോൾ ഇതിൽ ബനാനയും അവക്കാഡോ അധികം സ്വീറ്റ് അല്ലാത്ത കാരണം കുറച്ച് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹണിയും മിക്സ് ചെയ്യാം. സോ ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സോ ഇതേപോലെ തന്നെ അവക്കാഡോ ആയ കാരണം നല്ല ക്രീമി ആയിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടും മിക്സ്. ഇപ്പോൾ ഇത് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കാം. പിന്നെ അടുത്തത് ഞാനിവിടെ ഒരു ബനാന എടുത്തിട്ടുണ്ട്. പിന്നെ കുരു കളഞ്ഞ ഡേറ്റ്സ് 3 എണ്ണം, പിന്നെ തൈര്, നല്ല കട്ട തൈര്, അതൊരു 2 സ്പൂൺ ആഡ് ചെയ്യാണ്. പിന്നെ കുറച്ച് പാലും. സോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം, തിളപ്പിച്ച് ആറിയ പാല് മിൽക്ക് ഷേക്കിലും ഇതുപോലെ റെസിപ്പീസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് സേഫും. ഇപ്പോൾ ഇതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാരണം അതിൽ ഡേറ്റ്സ് തന്നെ നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ്. സോ ഇനിയിപ്പോൾ നമുക്ക് നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിനെ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടി. ഇതും ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ഞാൻ. സോ ഇനി ഇത് ഈ 3 യോഗട്ട് മിക്സും ഇതുപോലത്തെ പോപ്സിക്കിൾ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യണം. പോപ്സിക്കിൾ മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പേപ്പർ കപ്പ് ഉണ്ടെങ്കിലും മതിയാവും. സോ പേപ്പർ കപ്പിൽ ആ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ പേപ്പർ കപ്പ് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ഇതിലേക്ക് ഒഴിക്കുകയാണ്. സോ 3 ഫ്ലേവറാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളത്. സോ ഇതിലിപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂബെറീസ്
ബ്ലൂബെറീസും യോഗോട്ടും കൂടി മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ സ്ട്രോബെറിയും മിക്സ് ചെയ്യാം. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് എല്ലാം ഇട്ടിട്ട് അങ്ങനെയും ബ്ലെൻഡ് ചെയ്യാം. സോ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. സോ ഇപ്പം ഇനി ഇത് ഫിൽ ചെയ്തു ഞാൻ മോൾഡിൽ. ഇനി അത് കവർ ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിൽ വെച്ചിരുന്നൊന്ന് നന്നായിട്ടൊന്ന് ഫ്രീസ് ആവണം. അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 hours എങ്ങനെയും ഒന്ന് ഫ്രീസ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ അത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇപ്പോൾ ഒരു 6 to 8 hours സെറ്റ് ആയതാണ്. കുറച്ചൊരു ഷേപ്പ് മാറിയിട്ടുണ്ട്, കാരണം ഒന്ന് പെട്ടെന്ന് എനിക്ക് വലിച്ചപ്പോൾ കിട്ടിയില്ല. സോ ഒരു വാം വാട്ടറിൽ കുറച്ച് നേരം എനിക്കൊന്ന് വെക്കേണ്ടി വന്നു. അപ്പോൾ എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ഷേപ്പ് മാറിയതാണ്. അപ്പോൾ നിങ്ങളത് എടുക്കുമ്പോൾ ആ മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കെയർഫുള്ളായിട്ടൊന്ന് എടുത്താൽ മതി. പിന്നെ എൻ്റെ മോളും അവൾക്കും ഭയങ്കര തിരക്കായിരുന്നു, അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ആക്കിയപ്പോൾ ഷേപ്പ് മാറിയതാണ്. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതാണ്. കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, കാരണം വേറെ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല, എല്ലാം നാച്ചുറലാണ്. അതേപോലെ യോഗേർട്ടും കുട്ടികൾക്ക് അത്രയും നല്ലതാണ്. സോ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.